പി സി ജോർജ് വിദ്വേഷ പരാമർശ കേസിൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കേസ് എടുത്തു എന്നറിയണം. ജോസി ബാബു ചേരുന്നു. ജോസി, മജിസ്ട്രേറ്റ് ജോർജിന്റെ കേസ് എടുത്തോ? നിഷാദ് കേസ് എടുത്തിട്ടില്ല, അല്പം വൈകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും പി സി ജോർജ് കോടതിക്കുള്ളിൽ തന്നെ തുടരുകയാണ്. കേസിന് ഇനി 3 സാധ്യതകളാണ് നിയമവിദഗ്ധർ നമ്മളോട് പങ്കുവെക്കുന്നത്. ഒന്നുകിൽ പി സി ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിക്ക് റിമാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പോലീസിനോട് ചോദിക്കുന്നതിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ നൽകാം, അതുമല്ലെങ്കിൽ ജാമ്യം നൽകാം. ഇങ്ങനെ 3 സാധ്യതകളാണ് കാണുന്നത്. കോടതിയുടെ നിലപാട് പോലെ തന്നെയായിരിക്കും ഈ കേസിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് ജാമ്യം നൽകരുതെന്ന് കാണിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ നാൾ വഴി ഇങ്ങനെയാണ്. കഴിഞ്ഞ ജനുവരി 25-നാണ് പി സി ജോർജ് ഈ വിവാദമായ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ ചാനൽ ചർച്ചയിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു പി സി ജോർജിന്റെ വിവാദ പരാമർശം. ഇതേ തുടർന്നാണ് വിവിധ സംഘടനകൾ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ ഈ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജനുവരി 9-ന് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ യൂത്ത് ലീഗിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പി സി ജോർജ് കോട്ടയം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ 5 വട്ടം കോടതി പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ഒടുവിൽ ഫെബ്രുവരി 5-ന് പി സി ജോർജിന് ജാമ്യമില്ല എന്ന് കോടതി വ്യക്തമാക്കി. പ്രധാനമായും ഒരു ജനപ്രതിയുടെ ഭാഗത്തുനിന്നും ഇത്തരം ചെയ്തികൾ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന്. അതിന് പിന്നാലെയാണ് പി സി ജോർജ് ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതിയും സമാനമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യം തള്ളി. ഇതിന് പിന്നാലെയാണ് അറസ്റ്റിനുള്ള സാധ്യത തെളിഞ്ഞത്. അറസ്റ്റിനുള്ള സാധ്യത തെളിഞ്ഞതോടെ പി സി ജോർജ് വീട്ടിൽ നിന്നും മുങ്ങി. പി സി ജോർജ് എവിടെയാണെന്ന് പിന്നീട് പോലീസിന് കണ്ടെത്തുവാനും കഴിഞ്ഞില്ല. അതിനിടെ 2 തവണ പി സി ജോർജിന്റെ വീട്ടിൽ പോലീസ് നോട്ടീസുമായി വന്ന് ഒരു പ്രഹസനം നടത്തിയെന്നതാണ് ഇപ്പോൾ വിമർശനമായി ഉയർന്നു വരുന്നത്. പ്രധാനമായും മറ്റു കേസുകളിൽ എന്നതുപോലെ മറ്റുള്ള പ്രതികളോടെന്ന പോലെ, അല്ലെങ്കിൽ പി വി അൻവറിന്റെ കേസിലടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടതുപോലുള്ള ഒരു സമീപനം പി സി ജോർജിന്റെ കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ അവരെ പി സി ജോർജിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ പി സി ജോർജിനെ ബലം പ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ പി സി ജോർജ് എവിടെ നിന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുവാനോ പോലീസ് തയ്യാറായില്ല. പോലീസ് പി സി ജോർജിന് വേണ്ടി കാത്തിരുന്നു. പി സി ജോർജ് പിന്നീട് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്, സ്ഥലത്തില്ല എന്ന് കാണിച്ച് കത്ത് നൽകി. അത് പോലീസ് പരിഗണിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. അത് അന്വേഷണ സംഘം ആ നിലയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ളൊരു ഭയപ്രയോഗത്തിലോ അല്ലെങ്കിൽ പി സി ജോർജിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കില്ല എന്ന് വ്യക്തമാക്കി. സ്വാഭാവികമായും അതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കി. വലിയ പോലീസ് സന്നാഹം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്നു. അതോടൊപ്പം പി സി ജോർജിന്റെ വീട്ടിൽ സമാനമായ സമയത്ത് തന്നെ ബി ജെ പി പ്രവർത്തകർ തമ്പടിച്ചു. രാവിലെ മുതൽ ബി ജെ പി പ്രവർത്തകരുടെ നേതാക്കളുടെ വലിയ ഒഴുക്കാണ് പി സി ജോർജിന്റെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും പി സി ജോർജുമായി പ്രകടനമായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുമെന്നുള്ളതായിരുന്നു ആദ്യ ഘട്ടത്തിലുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതികരണം. പിന്നീട് ഈരാറ്റുപേട്ട SHO KJ തോമസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ഇത്തരത്തിൽ പ്രകടനം നടത്താൻ അനുമതിയില്ല, പ്രകടനം നടത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ബി ജെ പി നേതാക്കളെ അറിയിച്ചു. പിന്നീട് ഇത്തരത്തിലുള്ളൊരു പ്രകടനമില്ല എന്ന് ബി ജെ പി നേതൃത്വം അറിയിക്കുകയും ചെയ്തു. ഇതിനൊക്കെ പിന്നാലെയാണ് ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ചത്. പി സി ജോർജിന്റെ വീടിന് മുന്നിൽ വെച്ച് പി സി ജോർജ് കോടതിയിൽ ഹാജരായ ശേഷമുള്ള നടപടികൾക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായിരിക്കും കോടതി തീരുമാനം എന്നറിയാം.